കാർഷിക മേഖലയിൽ വ്യത്യസ്തനാവുകയാണ് ഒരു ഫോട്ടോഗ്രാഫർ. ഇരട്ടയാർ അഞ്ചുമുക്ക് കളപ്പുരയ്ക്കൽ ബിജുമോൻ ആന്റണിയാണ് ഫോട്ടോഗ്രാഫിക്കൊപ്പം കാർഷിക രംഗത്തും കഴിവ് തെളിയിക്കുന്നത്. 15 വർഷം മുമ്പാണ് വിദേശത്തു നിന്നും ബിജു നാട്ടിലെത്തിയത്. പിന്നീട് ഫോട്ടോഗ്രാഫി രംഗത്ത് സജീവമായി. ഇതിനിടയിൽ ഒഴിവു സമയങ്ങളിൽ കൃഷിയിലും ശ്രദ്ധ ചെലുത്തി. രണ്ടേക്കർ സ്ഥലത്ത് വ്യത്യസ്ത രീതിയിലാണ് ബിജു കൃഷി ചെയ്യുന്നത്. കൊടി, കാപ്പി, കൊക്കോ, ഏലം, ഗ്രാമ്പു, ജാതി എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്തു വരുന്നത്. ഓരോ ഇനവും തരംതിരിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് ബിജുവിന്റേത്. നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള ജൈവ കൃഷിയാണ് ബിജു കൈക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡൻ കുള്ളൻ പശുവിന്റെ ചാണകവും മൂത്രവും അതുപോലെ തന്നെ ശർക്കരയും പിന്നെ മുതിര പൊടിച്ചത് 1 കിലോ, അങ്ങനെ നമുക്ക് ഏകദേശം എന്നെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയ ചെലവിൽ തന്നെ ഒരു റൗണ്ട് ഈ ജീവാമൃതം ഈ ചെടികൾക്കെല്ലാം ഒഴിച്ചു പോരാൻ പറ്റുന്നുണ്ട്. ഇതുകൂടാതെ മത്സ്യകൃഷിയുമുണ്ട്. 20 സെന്റ് സ്ഥലത്തെ കുളത്തിൽ 5 ഇനം മത്സ്യങ്ങളാണ് വളരുന്നത്. ഗ്രാസ് കാർപ്പ്, രോഹു, കട്ല, നട്ടർ, 3 മാസം കൊണ്ട് 1 കിലോ തൂക്കം വരുന്ന ഗിഫ്റ്റ് സിലോപ്പിയ എന്നിവയാണ് കുളത്തിലുള്ളത്. മറ്റേതൊരു തൊഴിലിനേക്കാൾ മികച്ചതാണ് കാർഷിക മേഖലയിലെ ജോലി എന്നാണ് ബിജു പറയുന്നത്. ഫോട്ടോഗ്രാഫിയിൽ നിന്ന് വരുന്ന വരുമാനമൊക്കെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു പണിക്കാരെ വെച്ച് പണിയിപ്പിക്കുകയോ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ്. നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് വരുന്ന വരുമാനങ്ങളും ഒക്കെ ഉപയോഗിച്ചും സമയം കിട്ടുന്നതിൽ നമ്മളുടെ അവരുടെ കൂടെ ഇറങ്ങിക്കൊണ്ട് നമ്മൾ കൃഷിയിലേക്ക് വന്നു. കൃഷി എന്ന് പറയുന്നത് മനുഷ്യൻ ഏറ്റവും കൂടുതലും ഒരു ഫോട്ടോഗ്രാഫിയെക്കാളും ഒക്കെ ഒരു നമുക്ക് ടെൻഷൻ ഇല്ലാത്ത ഒരു ഫീൽഡാണ്. യാതൊരു ടെൻഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ജോലിയാണിത്. പാരമ്പര്യമായ കൃഷിക്കാരാണ് ബിജുവിന്റേത്. ഫോട്ടോഗ്രാഫി രംഗത്ത് കഴിവ് തെളിയിച്ച ബിജു കൃഷിയിലും വ്യത്യസ്തനാവുകയാണ്. വൈറ്റ് കോളർ ജോലിക്കായി ശ്രമിക്കുന്ന യുവാക്കൾക്ക് മാതൃകയാവുകയാണ് ഫോട്ടോഗ്രാഫർ കൂടിയായ ഈ യുവ കർഷകൻ. നേർക്കാഴ്ച